കരിയർ ഗ്രാഫിലേക്ക് ഏവർക്കും സ്വാഗതം. സാങ്കേതികതയുടെ കടന്നുകയറ്റം ഒരു പരിധിവരെ നമ്മളെ സഹായിച്ചിട്ടേ ഉള്ളൂ. ലേശം വ്യത്യസ്തതയാർന്നതും കൗതുകമേറിയതുമായ പഠനങ്ങളിലൂടെയാണ് അവ സാധ്യമാവുക. റോബോട്ടിക്സ് എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ചേരുന്നു തൊടുപുഴ BEd ട്രെയിനിങ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീജിത്ത് K. നായർ സർ. സ്വാഗതം സർ. നമസ്കാരം. റോബോട്ടിക്സ് എന്ന വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആദ്യം മനസ്സിലേക്ക് കടന്നു വരിക യന്ത്രർ എന്ന് പറയുന്ന സിനിമയാണ്. എനിക്ക് തോന്നുന്നു അതിനുമപ്പുറം പഠനങ്ങളുടെ വളരെ വലിയ ഒരു ആവശ്യകതയുണ്ട് റോബോട്ടിക്സ് എന്ന വിഷയത്തിന്. എന്താണ് സാർ റോബോട്ടിക്സ്? തീർച്ചയായിട്ടും ഒരു ന്യൂ ജനറേഷൻ കോഴ്സാണ് ഈ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്കോപ്പ് ഭാവിയിൽ വരാൻ പോകുന്നതേ ഉള്ളൂ കൂടുതലായിട്ടും. ഉദാഹരണം പറഞ്ഞ പോലെ എന്തിനും സിനിമയിലും അതുപോലെ ഈ പല പല ഇംഗ്ലീഷ് സിനിമകളിലും എല്ലാം നമ്മൾ ഇതിൻ്റെ ഒരു വരവ് നമ്മൾ കണ്ടതാണ്. അപ്പം അവസാനമായിട്ടിപ്പം കോഴിക്കോട് ഒരു ഹോട്ടലിൽ അവിടുത്തെ സപ്ലയേഴ്സ് എല്ലാം റോബോട്ട്സ് ആണ് എന്ന് പറഞ്ഞ ഒരു വാർത്തയും നമ്മൾ കണ്ടു. അപ്പം വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ ഒരു ആശങ്ക കൂടി ഇതിനകത്ത് രേഖപ്പെടുത്തുകയാണ്. കാരണം നെഗറ്റീവായിട്ടല്ല, ഈ ടെക്നോളജിയുടെ ഡെവലപ്മെൻറ്റ് എവിടെ ചെന്ന് അവസാനിക്കും? നെഗറ്റീവായിട്ടല്ല, പോസിറ്റീവായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടാകില്ലേ ഒരിക്കലെങ്കിലും? അതെയോ ഇത് കുറച്ച് കാലത്തേക്ക് ഇങ്ങനെ നിർത്തി വെക്കുമോ? ഇനി ടെക്നോളജി കുറച്ച് കാലത്തേക്ക് റെസ്റ്റ് എടുക്കട്ടെ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ റോബോട്ടിക്സിൻ്റെ സ്കോപ്പിനെ കുറിച്ചാണ്. അപ്പം ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ ഒരു ചിന്ത വന്നതോടുകൂടിയാണ് ഈ റോബോട്ടിക്സിന് ഇത്രയും സ്കോപ്പ് ഉണ്ടായത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹ്യൂമൻ ഇൻ്റലിജൻസ് പോലെ തന്നെ നമ്മൾ സൃഷ്ടിക്കുന്ന റോബോട്ടുകൾക്കും ബുദ്ധി വച്ചെങ്കിൽ, അപ്പം ഈ മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ, കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ചേർത്തപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടായി. ഈ റോബോട്ടിന് സംസാരിക്കാം, റോബോട്ടിന് സഞ്ചരിക്കാം, റോബോട്ടിന് തടസ്സങ്ങളുണ്ടെങ്കിൽ ഡീവിയേറ്റ് ചെയ്ത് പോകാം. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വരുന്ന ഒരു വലിയ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അങ്ങനെ ഒരു വലിയ കോൺസെപ്റ്റ് ഇപ്പോൾ ഡെവലപ്ഡ് ആയിട്ട് വന്നു. അതാണ് ബേസ്. ഈ റോബോട്ടിക്സിൻ്റെ ഡെവലപ്മെൻറ്റിനുള്ള ഒരു ബേസ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആണ്. ഇപ്പോൾ ഒരു കാറിൻ്റെ പരസ്യത്തിൽ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ MG ഹെക്ടർ എന്ന് പറയുന്നൊരു കാറ്, അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ ബാക്കിൽ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ കാറിൻ്റെ ഇൻ്റർനെറ്റ് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിലൂടെ അത് AC ഓൺ ചെയ്യാം, അതിൻ്റെ ഡോറ് തുറക്കാം, പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. എന്നതുപോലെ കുറച്ചുകൂടി ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ഈ സാധനങ്ങളെ തമ്മിൽ ഇൻ്റർനെറ്റ് ബന്ധിപ്പിക്കുകയാണ്. രാവിലെ മൊബൈൽ ഫോൺ അലാറം 5 മണിക്ക് അലാറം സെറ്റ് ചെയ്യുന്നു. അപ്പം ആ അലാം അടിച്ചാൽ ഉടനെ കുക്കർ ഓണാകുന്നു, അല്ലെങ്കിൽ കോഫി മേക്കർ ഓണാകുന്നു. കോഫി മേക്കർ ഓണായി ഒരു നിശ്ചിത സമയം കഴിയുമ്പം ബാത്റൂമിൽ വെള്ളം ചൂടാകുന്നു. അത് കഴിഞ്ഞൊരു നിശ്ചിത സമയം കഴിയുമ്പം തനിയെ അയൺ ബോക്സ് ചൂടാകുന്നു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ കാറ് സ്റ്റാർട്ടാകുന്നു, ഓഫീസ് ഓപ്പൺ ആകുന്നു. അപ്പം ഇതെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട്, അതാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. അപ്പം ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുകയറ്റം പറയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഈ ആർട്ടിഫിഷ്യലായിട്ട് വസ്തുക്കൾ ക്രിയേറ്റ് ചെയ്യുക, അതിന് ഒരു പരിധി വരെ ജീവൻ കൊടുക്കുക, ക്രിയേറ്റിവിറ്റി. അപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉള്ള കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ വലിയ സ്കോപ്പുള്ള ഈ ഫീൽഡ് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ റോബോട്ടിക്സിൻ്റെ ഒരു സ്കോപ്പിനെ കുറിച്ച് പറയുന്നത്. സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും റോബോട്ടിക്സ് ഒരു വളരെ നല്ല ഒരു സബ്ജക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. റോബോട്ടിക്സ് എന്ന വിഷയം പഠിക്കാൻ തീർച്ചയായിട്ടും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റഡീസിൽ വന്ന കുട്ടികൾക്ക് തന്നെയായി സാധിക്കുള്ളായിരിക്കും. അപ്പോൾ എന്തായിരുന്നു സാർ ബേസിക് ക്വാളിഫിക്കേഷൻ ഫോർ റോബോട്ടിക്സ്? തീർച്ചയായിട്ടും ഇതൊരു ഇൻ്റർ ഡിസിപ്ലിനറി അല്ലെങ്കിൽ മൾട്ടി ഡിസിപ്ലിനറി ഫാക്കൽറ്റി ആവശ്യമുള്ള ഒരു കോഴ്സാണ് റോബോട്ടിക്സ്. അപ്പം ഇതിനകത്ത് ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്, അതുപോലെ മെക്കാനിക്കൽ എൻജിനീയറിങ്, അതുപോലെ കമ്പ്യൂട്ടർ എൻജിനീയറിങ്, ഈ 3 ബാക്ക്ഗ്രൗണ്ടും ഇതിനകത്ത് ചേർന്ന് ലിങ്ക്ഡ് ആയിട്ട് വരും.
ഇത് ഈ റോബോട്ടിക്സിൻ്റെ സിലബസിൽ ഈ 3 എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ ഡെവലപ്ഡ് സ്റ്റേജാണ് വരിക. അപ്പം റോബോട്ടിക്സ് കോഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ ഐദർ മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഓർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ മാസ്റ്റർ ഡിഗ്രി ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് വരേണ്ട കോഴ്സാണ് ഇത്. അപ്പം ഈ 3 കാര്യങ്ങൾ ചേർന്ന് വരുന്ന തരത്തിലാണ് ഇതിൻ്റെ സ്കോപ്പ് പോവുക, ഇതിൻ്റെ സിലബസും കാര്യങ്ങളെല്ലാം പോവുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസ് ആയിട്ട് വരിക. +2 ശേഷം കുട്ടികൾക്ക് ഈ റോബോട്ടിക്സ് എന്ന കോഴ്സിലേക്ക് സാധ്യതയുണ്ടെന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞു വന്നത്. എന്തൊക്കെയാണ് സാർ അപ്പോൾ സിലബസ് റോബോട്ടിക്സ് എന്ന വിഷയം? +2 കഴിഞ്ഞ കുട്ടി ഇപ്പം നമ്മുടെ നാട്ടിൽ റോബോട്ടിക്സ് അധികം അങ്ങോട്ട് വൈഡ് കോഴ്സുകളായിട്ട് തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ പല കുട്ടികളും പോകുന്നത് ഇപ്പം മൈഗ്രേറ്റ് ചെയ്ത് പോവുക പഠിക്കാനായിട്ട്. കാനഡയിലോ ഓസ്ട്രേലിയയിലോ യൂറോപ്പിലോ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയി അവിടെ നിന്ന് റോബോട്ടിക്സ് കോഴ്സ് പഠിച്ച് അവിടെ ആകുമ്പം പലതരത്തിലുള്ള കോഴ്സുകളുണ്ട്. നമ്മുടെ ഇവിടെ എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികൾക്കാണ് ഇവിടെ റോബോട്ടിക്സ് ശരിയായ രീതിയിൽ അതിൻ്റെ റെഗുലർ സ്ട്രീമിൽ ചെറിയ ചെറിയ ആനിമേഷൻ കോഴ്സുകളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ശരിക്കും റോബോട്ടിക്സ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് പോകുന്ന സ്റ്റഡി. അപ്പോൾ അതിന് കാനഡയും അങ്ങനെയുള്ള രാജ്യങ്ങളിൽ കുട്ടികൾ പോയി അതിൻ്റെ കോഴ്സുകൾ ചെയ്തിട്ട് വരികയാണ് സാധാരണ പതിവ്. അപ്പം +2 കഴിഞ്ഞ ഒരു കുട്ടിയെ സംബന്ധിച്ച് ചെറിയ തോതിൽ ആനിമേഷനൊക്കെ ചെയ്ത് നിൽക്കണമെങ്കിൽ ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ റോബോട്ടിക്സിലേക്ക് പോകുന്നില്ല, പക്ഷെ അതിൻ്റെ ചില ഘടകങ്ങൾ ആനിമേഷൻ, അതുപോലെ തന്നെ ചില ഗ്രാഫിക്സ് ഡിസൈനിങ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നു. അത് പഠിക്കാം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ എൻജിനീയറിങ്ങിന് പോകണം. +2 ശേഷം ഇവർ എൻജിനീയറിങ്ങിന് പോകണം. അത് മെക്കാനിക്കൽ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രിക്കൽ. ഇത് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ പഠിച്ചതിന് ശേഷം IIT-കളിലും ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ IIT, IISc, അതുപോലെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അങ്ങനെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഇത് റെഗുലർ റോബോട്ടിക്സ് നടത്തുന്നത്, കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഗേറ്റ് സ്കോർ എഴുതണം, ഗേറ്റ് എക്സാം എഴുതണം. ഗേറ്റ് എക്സാമിന് നല്ല സ്കോർ ഉണ്ടെങ്കിലാണ് ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പം റെഗുലർ സ്ട്രീമിൽ പഠിക്കണമെങ്കിൽ ഈ 3 കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട്, ബിടെക്കിൻ്റെ ഈ 3 കമ്പ്യൂട്ടർ, നമ്മൾ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഈ 3 ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ റോബോട്ടിക്സ് കോഴ്സ് ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ഡിപ്ലോമ കോഴ്സുകൾ അവിടെ ഓൺലൈൻ വരെ കൊടുക്കുന്നുണ്ട് കോഴ്സുകൾ. പക്ഷേ അന്നേരം അതിൻ്റെ പ്രാക്ടിക്കലിന് പോകണം, അങ്ങനെയുള്ള ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ വരും. അപ്പം ശരിയായ രീതിയിൽ റോബോട്ടിക്സ് കോഴ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം. എന്നാൽ +2 കഴിഞ്ഞ കുട്ടികൾക്ക് മുതൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ എന്നിട്ട് ഘട്ടം ഘട്ടമായിട്ട് പോകാം. അവർ ചെറുതായിട്ട് ആനിമേഷൻ പഠിച്ചു, ചെറുതായിട്ട് ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു, അങ്ങനെ വഴിയെ അവർക്ക് വേണമെങ്കിൽ റോബോട്ടിക്സിൽ എത്തിച്ചേരാം. അതാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു കോഴ്സിൻ്റെ ഡെവലപ്മെൻ്റൽ പ്രോഗ്രസ്. എഞ്ചിനീയറിംഗിന് ശേഷം ഗേറ്റ് എക്സാം എഴുതി റോബോട്ടിക്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന ഒരു കുട്ടി എത്ര വർഷത്തെ പഠനത്തിന് ശേഷമാണ് ഇത് പൂർത്തിയാകുക സാർ? എഞ്ചിനീയറിംഗ് തന്നെ നമ്മുടെ നാട്ടിൽ 4 വർഷമുണ്ട്. എഞ്ചിനീയറിംഗിന് ശേഷം ഇവർക്ക് കിട്ടുന്നത് M.Tech ആണ്. അപ്പം 2 വർഷമാണ് M.Techൻ്റെ നമ്മുടെ നാട്ടിലത്തെ ഒരു ഡ്യൂറേഷൻ. അപ്പം 2 വർഷം കൊണ്ട് ഇവർക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള റോബോട്ടിക്സ് കഴിയാം, ആ കോഴ്സ് കഴിയാം. പക്ഷേ ഈ റോബോട്ടിക്സ് പോലത്തെ കോഴ്സുകളുടെ ഒരു പ്രത്യേകത, ഇതിങ്ങനെ ഡേ ബൈ ഡേ ഇതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. മീൻസ് അഡ്വാൻസ്ഡ്, നമ്മൾ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കും ഈ കോഴ്സിന്. അപ്പം 2 വർഷം കൊണ്ട് M.Tech കഴിയുന്ന ഒരു കുട്ടി M.Tech കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്ഡേഷൻ വന്നിട്ടുണ്ടാകും. അപ്പം വീണ്ടും ഏതെങ്കിലും അപ്ഡേറ്റ് ചെയ്യണേ കുട്ടി, അതായത് ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും ഡിപ്ലോമ കോഴ്സ് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഈ ഫീൽഡ് എപ്പോഴും, കാരണം ഇതൊരു അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി മെയിൻ ആയിട്ട് വരുന്ന ഒരു സ്റ്റേജാണ്, ഒരു ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കോഴ്സിന് ചേരുന്ന കുട്ടികൾ ആ കോഴ്സ് വൺസ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ റോബോട്ടിക്സിൽ മാസ്റ്റർ ആയി എന്ന് കരുതാതെ ആ കോഴ്സിനോടൊപ്പം ഒരു 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഇയർലി വൺസോ ഇതിൻ്റെ അപ്ഡേഷനും അവർ ചെയ്തുകൊണ്ടേയിരിക്കണം. എങ്കിലും നമുക്ക് ഈ ഫീൽഡിൽ ഇത് കഴിഞ്ഞ് ഇവർ ജോലിയിൽ കയറുമ്പം ആ ഫീൽഡിൽ ഇവർക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ സാധിക്കും. അതാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത.
എംടെക്കിന് ശേഷം ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ എന്തൊക്കെ ജോലിയായിരിക്കും ഇവർക്ക് കിട്ടുക? തീർച്ചയായിട്ടും ഇവർക്ക് ആദ്യം ഇവർ പ്രിഫർ ചെയ്യുക, ഇത്രത്തോളം ഇത് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ ലെവൽ ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ പോയി പഠിക്കുന്ന കുട്ടികൾ ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ് കൂടി നോക്കും. ഇത്രയും തുക മുടക്കി ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അപ്പം ഇവരുടെ എല്ലാം ആദ്യ ലക്ഷ്യം ഹോളിവുഡ് പോലത്തെ മേഖലകളായിരിക്കും. അപ്പം അവിടെ കയറി കൂടാൻ പാടാണ്, പക്ഷെ അവരായിട്ട് ബന്ധപ്പെട്ട മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം വർക്ക് ചെയ്യും. അതുപോലെ അഡ്വർടൈസ്മെന്റ് ഏജൻസികൾ ധാരാളമായിട്ട് ഈ ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഫിലിം ഇൻഡസ്ട്രി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെയും മാറി, നമ്മുടെ ഫിലിം മേക്കിംഗ് എല്ലാം മാറി. ധാരാളമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കഥാപാത്രങ്ങളായിട്ട് വരുന്ന, അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് ഇപ്പം മറ്റേ ഹെലിക്യാം എല്ലാം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അപ്പം ഈ വിഷ്വൽ മീഡിയാസിൽ, ഫിലിം ഫീൽഡിൽ, അഡ്വർടൈസ്മെന്റ് കമ്പനീസിൽ, ഇവിടെ എല്ലാമാണ് മെയിനായിട്ട് ഈ കുട്ടികൾക്ക് ജോലി സാധ്യത ഉള്ളത്. പക്ഷേ ഇവിടെ എല്ലാം നല്ല ഹൈലി പെയ്ഡ് ആണ് ഇവരെല്ലാവരും. പക്ഷെ ഇവിടെ എല്ലാം അവരുടെ കഴിവ്, ക്രിയേറ്റിവിറ്റി, അവരുടെ അപ്ഡേഷൻ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ ഫീൽഡിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇവരെപ്പോഴും അപ്ഡേറ്റഡ് ആകണം. ഇവരുടെ ക്രിയേറ്റിവിറ്റി 100% ഇവർ പുറത്ത് കൊണ്ടുവരണം. അത്ര എനർജറ്റിക് ആയിട്ട് ഇവരിയ്ക്കണം. അവരെ മനസ്സ് എങ്ങായിരിക്കണം. അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതുപോലെ തന്നെ ടീച്ചിങ്ങും തിരഞ്ഞെടുക്കാം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ഈ IIT-കളിലും അതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിലെല്ലാം ഈ കോഴ്സ് ഉണ്ട്. അപ്പം ഇത് പഠിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ് വേണം. അപ്പം ഇതിൻ്റെ MTech കഴിഞ്ഞ കുട്ടികൾക്ക്, ഇതിൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക്, BTech കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം ടീച്ചിങ്ങും ചൂസ് ചെയ്യാം. പ്ലസ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചില ധാരാളം പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെയും ടീച്ചിങ് ഫാക്കൽറ്റീസ് വേണം. അവിടെയും അവരും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ലോക്കൽ അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഉണ്ട്, വലിയ അഡ്വർടൈസ്മെന്റ് കമ്പനീസ് ഉണ്ട്. അപ്പം ഡിസൈനേഴ്സ് ഉണ്ട്, മറ്റേ വെബ്സൈറ്റ് ഡിസൈനേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ആളുകളെ എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ അത് ധാരാളം തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സാണ്. ചെറിയ ശമ്പളത്തിലും നമുക്ക് വർക്ക് ചെയ്യാം. വലിയ ഹോളിവുഡ് പോലത്തെ അംബീഷ്യസ് ആയിട്ടുള്ള വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു മൾട്ടിറ്റ്യൂഡ്, അതായത് വലിയ റേഞ്ച് ഉള്ള ഒരു മേഖലയാണിത്. അപ്പം ഈ കോഴ്സ് സെലക്ട് ചെയ്യുമ്പം വലിയ മേഖലയിലേക്ക് പോകണമെങ്കിൽ വലിയ നല്ല കോഴ്സുകൾ ചെയ്യണം. ചെറിയ ഒരു ലെവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ചെറിയ ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സോ സർട്ടിഫിക്കറ്റ് കോഴ്സോ ഒക്കെ അതിലൊതുങ്ങാം. എഞ്ചിനീയറിംഗിന് ശേഷം MTech എന്നൊരു സ്റ്റഡിയിലേക്ക് കടക്കുമ്പോൾ പ്രായപരിധി ഉണ്ടോ സാർ അതിന്? MTechന് നിലവിൽ പ്രായപരിധിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് കഴിയണമെങ്കിൽ, ചേരണമെങ്കിൽ ഒരു +2 കുട്ടിക്ക് ഒരു 3 വർഷം കൊണ്ടെല്ലാം എഞ്ചിനീയറിംഗ് ചെയ്യണം. അപ്പം എഞ്ചിനീയറിംഗിന് ശേഷം MTech, ഇപ്പോൾ ജോലിയെല്ലാം കിട്ടി കുറേ വർഷങ്ങൾക്ക് ശേഷം എല്ലാം MTech ചെയ്യുന്ന അധ്യാപകരുണ്ട്. ജോലിക്ക് പോകാതെ ഇരുന്ന് പിന്നീട് MTechന് ചേരുന്ന കുട്ടികളുണ്ട്. അപ്പം MTechന് ഏജ് ബാർ ഇല്ല. പക്ഷെ ഈ ഫീൽഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ, ഇത് എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് വർഷങ്ങൾ കടന്നു പോയാൽ നമ്മൾ അതിനനുസരിച്ച് ബാക്ക് ആകാനാണ് സാധ്യത. അതുകൊണ്ട് വർഷം കളയാതെ ഇതിന് ശ്രമിക്കുന്ന കുട്ടികൾ അവരെ ഏറ്റവും നേരത്തെ +2 കഴിഞ്ഞാൽ, കാരണം യങ്ങായിരിക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി കൂടും. അപ്പം ആ തിയറി പ്രകാരം ഇവർ +2 കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ BTechന് ചേരണം. BTech കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവർ MTechന് ചേരണം. വർഷം കളയാതെ തന്നെ ഇവർ ജോലിയിൽ കയറണം. അപ്പം ചെറുതാണെങ്കിലും കുഴപ്പമില്ല, അവരുടെ കഴിവ് തെളിയിച്ചാൽ തീർച്ചയായിട്ടും ഈ കോഴ്സ് ചെയ്യുന്ന ഏത് കുട്ടിക്കും നല്ല ലെവലിൽ എത്താവുന്നതേ ഉള്ളൂ. ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് പഠിച്ചു തീരാൻ വേണ്ടി ഒരു ഫീസ് സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കും സാർ? ഇതിൻ്റെ ഫീസ് കുറച്ച് കൂടുതലാണ്. കുറച്ച് കൂടുതലെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, കാനഡ, ഓസ്ട്രേലിയ അങ്ങനെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ അവിടെ തന്നെ ഫീസ് സ്ട്രക്ചറിൽ വ്യത്യാസമുണ്ട്. ഇപ്പം കാനഡയിൽ ഒരു കുട്ടി പോകണമെങ്കിൽ ഏകദേശം 30 ലക്ഷത്തോളം രൂപയാകും. അത് ആ മൈഗ്രേഷൻ പ്രൊസീജിയറിന് വേണ്ടി 10 ലക്ഷം രൂപ ബാങ്കിലിടണം. ഈ കോഴ്സിൻ്റെ
ഫീസായിട്ട് വരുന്നത് 20 ലക്ഷം രൂപ. മറ്റത് ക്യാപിറ്റേഷൻ അല്ല, അതൊരു കോഷൻ ഡിപ്പോസിറ്റ് പോലെ അങ്ങനെ ഇടുന്നതാണ്. അപ്പം ഓസ്ട്രേലിയയിലാണ് പോകുന്നതെങ്കിൽ 27 ലക്ഷം രൂപ ഫീസായിട്ട് വരും. അപ്പം ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം 30 ലക്ഷം ആവറേജ് 30 ലക്ഷം 27 ലക്ഷം അത്രത്തോളം വരും ഇൻ്റർനാഷണൽ ലെവലിൽ പോകുന്നതിന്. നമ്മുടെ നാട്ടിൽ IIT-കളിലും എല്ലാം പഠിക്കുന്നത് പറഞ്ഞ പോലെ റെഗുലർ സ്ട്രീമാണ്. മെറിറ്റ് ബേസിലാണ് അവിടെ എല്ലാം അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഫീസ് കുറവാണ്. അപ്പം പക്ഷെ ഭയങ്കര മെറിറ്റ്, ബിടെക്കിന് നല്ല മെറിറ്റ് ഉള്ള കുട്ടികൾക്കാണ്, നല്ല മെറിറ്റ് ഉണ്ടായാൽ മാത്രം പോരാ, ഗേറ്റിൽ നല്ല സ്കോറുള്ള കുട്ടികൾക്കാണ് എംടെക് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ മെറിറ്റോറിയസ് ആയിട്ടുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും ചുരുങ്ങിയ ഫീസിൽ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു 6 മാസത്തെ ഡിപ്ലോമ കോഴ്സ് എല്ലാം ചെയ്യണമെങ്കിൽ ഒരു അറൗണ്ട് 30,000 റുപ്പീസ് ആ റേഞ്ചിൽ ഫീസ് വരും. കാരണം കുറച്ച് കളർഫുള്ളായിട്ട് ഇത് കഴിഞ്ഞ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് കുറച്ച് കളർഫുള്ളായിട്ടുള്ള ഒരു ഫ്യൂച്ചറാണ്. അപ്പം അതുകൂടി കണക്കിലെടുത്ത് പിന്നെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. കാരണം ക്ലാസ് എടുക്കാൻ വരുന്നവർ പലപ്പോഴും ടെക്നീഷ്യൻസും എല്ലാം കുറച്ച് ലെവലിലുള്ള ഫേമസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പം അവർക്കെല്ലാം ഹൈലി പെയ്ഡ് ആണ്. അപ്പം അതെല്ലാം കൊണ്ട് അല്പം എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സാണ്. എങ്കിലും ഈ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇതെല്ലാം തിരിച്ച് കിട്ടും. മാത്രമല്ല അവരുടെ കഴിവിനനുസരിച്ച് അവർക്ക് നല്ല സാലറിയിൽ അവർക്ക് പോസ്റ്റിംഗ് കിട്ടും. ഈ ഒരു കോഴ്സിന് ശേഷം ജോലിയല്ല പ്രിഫർ ചെയ്യുന്നത്, ഒരു സംരംഭകൻ അഥവാ ഒരു സംരംഭകയാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ കോഴ്സ് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ്? തീർച്ചയായിട്ടും ഇതിൽ ഫ്രീലാൻസ് ആയിട്ട് നമുക്ക് ധാരാളം വർക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ ഈ റോബോട്ടിക്സ് കോഴ്സിന് ശേഷം കിട്ടും. നിങ്ങൾക്കൊരു റോബോട്ടിനെ ഡിസൈൻ ചെയ്യാം. ഈ റോബോട്ടിനെ ഡിസൈൻ ചെയ്തിട്ട് ആ റോബോട്ടിൻ്റെ അതിൻ്റെ സാധ്യതകൾ, ഇതെപ്പോഴും ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത, കുറച്ച് പേര് ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇതിന് അഭികാമ്യം. അപ്പോൾ കുറച്ച് പേര് ചേർന്ന് ഒരു വെഞ്ചർ തുടങ്ങുക. നമുക്ക് ഫ്രീലാൻസ് ആണെന്ന് പറഞ്ഞെങ്കിലും തനിയെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു റോബോട്ടിനെ ഡെവലപ്പ് ചെയ്ത് അതിന് ജീവൻ കൊടുത്ത് അതിനൊരു യൂസേജ് കണ്ടുപിടിക്കും, തനിയെ അല്പം ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് കുറച്ച് പേര് ചേർന്ന് ഈ സമാനമായിട്ടുള്ള കോഴ്സ് ചേർന്ന കുറച്ച് പേർക്ക് കൂടി ഒരു റോബോട്ടിനെയോ സമാനമായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്കൊരു ഇൻഡസ്ട്രിക്ക് വിൽക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ഇന്ന പ്രവർത്തികൾ ഇത് ചെയ്യും. അപ്പം വലിയ ഇൻഡസ്ട്രീസ്, കാറ് കമ്പനികൾ, അതുപോലെ ഇപ്പോൾ കാറ് കഴുകുന്ന ഒരു റോബോട്ടിനെയാണ് നമ്മൾ സൃഷ്ടിച്ചതെങ്കിൽ അതിനെ കാറ് മാനുഫാക്ചറിങ് ആയിട്ടുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്ത് അവരെടുക്കും. അപ്പം ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റിനെ പോകാനുള്ള ഒരു റോബോട്ട്, വീൽ ചെയറിന് പകരം നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്ത് അത് ഹോസ്പിറ്റൽസിൽ നമുക്കത് കൊടുക്കാം. അപ്പം അങ്ങനെ ഇത് ഫ്രീലാൻസ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാം, അതിന് ഡിമാൻഡുള്ള ആളുകൾക്ക് അത് സെർവ് ചെയ്യാം, നമുക്ക് സപ്ലൈ ചെയ്യാം, വിൽക്കാം. അങ്ങനെയുള്ളൊരു ബിസിനസ് ഇതിനകത്ത് നടക്കും. ഇത് കൂടാതെ നമുക്ക് വർക്ക് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ആനിമേഷൻ കമ്പനീസിൽ നമുക്ക് വർക്ക് ചെയ്യാം, ആഡ് കമ്പനീസിൽ നമുക്ക് വർക്ക് ചെയ്യാം, പല പല ഡിസൈനിങ് കമ്പനീസിൽ നമുക്ക് വർക്ക് ചെയ്യാം, പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാം, ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യാം. അപ്പം ധാരാളം ചോയ്സ് ഉണ്ട് നമുക്ക്. കാരണം ഇതൊരു ഇൻ്റലിജൻസിൻ്റെ ഒരു വ്യവഹാരമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഒരു ഇൻ്റലിജൻസ് അതിനെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ്. അപ്പം അവിടെ ആ പ്രോഡക്റ്റിൻ്റെ നമ്മളൊരു വില പറയുകയാണ്. അപ്പം ടൈം ഡ്യൂറേഷൻ പ്രശ്നമല്ല, നമുക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം, ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാം. അപ്പം ധാരാളം സാധ്യതകൾ ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പായിട്ടും നമുക്കിനി സ്ഥാപനത്തിൽ പോയി ചെയ്യണമെങ്കിലും എല്ലാമുള്ള ഒരു കോഴ്സാണ് റോബോട്ടിക്സ്. എനിക്ക് തോന്നുന്നു ചെറുപ്പം മുതലുള്ള പാവകളിൽ സഹിതം ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒളിഞ്ഞു കിടന്നിരുന്നു. അതിൻ്റെ ഒരു റിപ്പയറിംഗ് ഒക്കെ പഠിച്ച് വളർന്നു വന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിലേക്ക് കടക്കാനുള്ള താല്പര്യവും കൂടുതലായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. എന്താണ് സാർ ഈ ഒരു കോഴ്സിലേക്ക് കടക്കാൻ ഒരു കുട്ടിക്ക് വേണ്ട ബേസിക് ഒരു ചിന്ത? തീർച്ചയായിട്ടും ഈ പാവകളുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പം പാവകളുടെ
ആ ഒരു വരവിലൂടെ ആയിരിക്കാം ഒരു പക്ഷേ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള കോൺസെപ്റ്റിൻ്റെ തുടക്കം. കാരണം ഈ പാവകൾ അതിനകത്തെല്ലാം സെൻസേഴ്സ് ആണ് ഇരിക്കുന്നത്. ഇത് ഭിത്തിയിലിടിക്കാതെ ഇത് തിരിഞ്ഞു പോകുന്നു. അതിനറിയാം, അതിനെ സെറ്റ് ചെയ്ത പോലെ പ്രവർത്തിക്കാൻ അതിനറിയാം. അപ്പം ഈ ഒരു ആശയം ആയിരിക്കാം ഒരു പക്ഷേ ഭാവിയിൽ പിന്നീട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് വഴിയായത്. അപ്പം കുട്ടികളെ നമ്മളെല്ലാവരും മൾട്ടിറ്റ്യൂഡ് ഓഫ് ഇൻ്റലിജൻസ് ഉള്ളവരാണ്. ചില കുട്ടികൾക്ക് ഈ പാവകളെ അഴിക്കാനും എന്താണ് അതിൻ്റെ ഈ പ്രവർത്തനത്തിന് ഉതകുന്ന സാധനം എന്ന് കണ്ടുപിടിക്കാനും ചില കുട്ടികൾ ചിലപ്പം ഒരു പക്ഷെ തിരിഞ്ഞു നോക്കുമല്ല. അപ്പം ഈ കുറച്ചൊരു മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, കുറച്ചൊരു ലോജിക്കൽ ഇൻ്റലിജൻസ്, കുറച്ച് റീസണിങ്, കുറച്ച് മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷൻ, അപ്പം ഇങ്ങനെ കുറച്ച് എന്താ പറയുക, കുറച്ച് സ്കിൽസ്, മെക്കാനിക്കലായിട്ടുള്ള സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കുട്ടികൾക്കാണ് ഇത് ഉചിതം. അപ്പം പേരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ മുതിർന്നവർക്കും എല്ലാം ഈ കഴിവുകൾ കൂടിയ കുട്ടികളെ കണ്ടെത്താം, അവരെ ഈ ഫീൽഡിലേക്ക് തിരിച്ചുവിടാം. തീർച്ചയായിട്ടും അവർ സക്സീഡ് ചെയ്യും. തീർച്ചയായിട്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ പോലെ ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ടായിരിക്കും. എന്താണ് സാർ ഈ ഒരു റോബോട്ടിക്സ് എന്ന കോഴ്സിൻ്റെ ഭാവിയിലേക്കുള്ള ഒരു നെഗറ്റീവ് സൈഡായിട്ട് സാർ കാണുന്നത്? റോബോട്ടിക്സിൻ്റെ മാത്രമല്ല, ഈ ഒരു ടെക്നോളജിക്കൽ സൈഡിൻ്റെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് ഇതിന് പേര് പറയുന്നതെങ്കിലും എനിക്ക് പറയാൻ ഇഷ്ടം ആർട്ടിഫിഷ്യൽ ഇമാജിനേഷൻ എന്ന്. അത് ശരിക്കും ഹ്യൂമൻ ഇൻ്റലിജൻസും ആയിട്ട് അൺകമ്പയറബിൾ ആണ്, കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഹ്യൂമൻ ഇൻ്റലിജൻസിനെ ഈ ഇമാജിനേഷൻ വന്ന് പലപ്പോഴും മൂടിക്കളയും. നമ്മൾ സൃഷ്ടിക്കുന്ന ഈ റോബോട്ടുകൾക്കാണ് ബുദ്ധി കൂടുതൽ. അത് ശരിക്കും ഇമാജിനേഷനാണ്. അപ്പം ഇമാജിനേഷൻ ഇൻ്റലിജൻസിനെ, നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ബുദ്ധി ഇൻ്റലിജൻസിനെ ഡോമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സ്വിഗ്ഗിയിൽ നമ്മളൊരു ഉഴുന്നുവട കഴിക്കാൻ സെർച്ച് ചെയ്യുന്നു. അപ്പം നമ്മളതിന് 10 രൂപ നമ്മളത് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുമ്പം ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് നമ്മളോട് പറയും ഓക്കെ ബർഗർ കഴിക്കൂ. അപ്പം ഇത് നമ്മളെ കുറച്ച് കഴിയുമ്പം നമ്മളുടെ ആ ബുദ്ധി ഈ ഇമാജിനേഷന് വഴങ്ങിയിട്ട് നമ്മൾ ലാസ്റ്റ് ബർഗറാവും ഓർഡർ ചെയ്യുക. അപ്പം അതൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു ഫ്യൂച്ചറിൽ ഈ സോക്കോൾഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിന് ആർട്ടിഫിഷ്യൽ ഇമാജിനേഷനാണ് ശരിക്കും. അപ്പം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് നമ്മളുടെ റിയൽ ഇൻ്റലിജൻസിനെ ഡോമിനേറ്റ് ചെയ്ത് കളയുമോ എന്നുള്ള ഒരു ആശങ്ക കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഇമാജിനേഷൻ ക്യാൻ ഡോമിനേറ്റ് അവർ ഇൻ്റലിജൻസ്. നമ്മുടെ ബുദ്ധി സെക്കൻഡറി ആയി ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൈമറി ആകുന്ന ഒരു സ്ഥിതി വരുമോ എന്നുള്ളതാണ് ഇതിനകത്ത് നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. അതർവൈസ് ഇതെല്ലാം പിന്നെ ഒരിക്കലും ഡെവലപ്മെൻറ്റ് നിൽക്കില്ല. ടെക്നോളജി അഡ്വാൻസ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. കാരണം അങ്ങനെയാണ് ലോകത്തിൻ്റെ കിടപ്പ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ പോസിറ്റീവായിട്ട് നോക്കുമ്പം ഇതിൻ്റെ സാധ്യതകൾ നമുക്ക് ഒട്ടും തള്ളിക്കളയാനാവില്ല. നാളെ ഇവിടെ റോബോട്ടുകൾ നിറയും. അപ്പോൾ അതിനെല്ലാം റിപ്പയർ ചെയ്യാനും അതിനെല്ലാം പെർഫോം ചെയ്യാനും ഒക്കെ ധാരാളം റോബോട്ടിക്സ് മാൻമാരിവിടെ, എൻജിനീയേഴ്സും റോബോട്ടിക് മെക്കാനിക്സും എല്ലാം ഇവിടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക്, എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ് റോബോട്ടിക്സ്. റോബോട്ടിക്സ് എന്ന വിഷയത്തെക്കുറിച്ചും അതിൻ്റെ കരിയർ സാധ്യതകളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. കരിയർ ഗ്രാഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ നന്ദി, നമസ്കാരം.